ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൺലൈൻ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ. നമുക്കറിയാം 10ാം ക്ലാസ്സിൽ പ്രധാനമായിട്ടും 7 ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ പല ക്ലാസ്സുകളിലും തീർത്തു. രണ്ടാമത്തെ ക്ലാസ്സാണ്, അതായത് വാതക നിയമങ്ങളും മോൾ സങ്കല്പവും, ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്. ഇതിൽ ആദ്യം നമ്മൾ എന്താണ് മാറ്റർ എന്ന് പറയും, മാറ്റർ പ്രധാനമായിട്ട് എത്ര തരത്തിലുണ്ട് എന്ന് പറയും. പിന്നെ ഗ്യാസിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയും. ഗ്യാസുമായി ബന്ധപ്പെട്ട 3 ഗ്യാസ് ലോസ് ഉണ്ട്. ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോ ലോ എന്താണ് പറയും. അതിനുശേഷം എന്താണ് ഗ്രാം അറ്റോമിക് മാസ്, ഗ്രാം അറ്റോമിക് മാസ് എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം, എന്താണ് മോൾ, അതുപോലെ എന്താണ് ഗ്രാം മോളിക്കുലർ മാസ്, ഗ്രാം മോളിക്കുലർ മാസ് എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം, എന്താണ് മോളാർ വോളിയം, എന്താണ് STPയിലെ മോളാർ വോളിയം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. വളരെ കുറഞ്ഞ ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും പ്രോബ്ലം ബേസ്ഡ് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ വളരെ ഡീപ്പായിട്ട് നമ്മൾ കാര്യം മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട്. നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. വാതക നിയമങ്ങളും മോൾ സങ്കല്പം എന്നാണ് ചാപ്റ്ററിൻ്റെ ഹെഡിങ്. നമുക്കറിയാം, വാതകം, ഗ്യാസ്. നമ്മൾ 8ാം ക്ലാസ്സിൽ പദാർത്ഥത്തിൻ്റെ സ്വഭാവം എന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. അതിൽ എന്താണ് മാറ്റർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നോക്കൂ, രണ്ട് ബലൂൺ എടുത്തു. 2 ബലൂണും ഒരു സ്കെയിൽ നമ്മൾ കെട്ടിവെച്ചു. 2 ബലൂണിൻ്റെ അകത്ത് ഒരേ അളവിൽ വായു നിറച്ച് വെച്ചു. സങ്കല്പിക്കുക, നമ്മൾ ഈ സ്കെയിലിന്റെ സെൻറ്റർ വശത്ത് പിടിച്ചു കഴിഞ്ഞാൽ 2 ബലൂൺ എന്ത് ചെയ്യും, നേരെ നിൽക്കും. നമുക്കറിയാം, കാരണം 2 ബലൂണിൻ്റെ അകത്തും നിറച്ചു വെച്ചിരിക്കുന്ന വായു എന്താണ്, ഒരേ അളവിലാണുള്ളത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇതിന് ഒരു ഡോട്ട് കൊടുത്തു ബലൂൺ പൊട്ടിക്കുന്നത് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കൂ, ഇങ്ങനെയാണോ സംഭവിക്കുക, പൊട്ടിച്ച ബലൂൺ പൊങ്ങി നിൽക്കുകയും പൊട്ടിക്കാത്ത താഴ്ന്നു കിടക്കുകയും ചെയ്യും. ഇങ്ങനെയാണോ സംഭവിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയാണ് സംഭവിക്കുക? നമുക്കറിയാം, ആക്ച്വലി ഇങ്ങനെയാണ് സംഭവിക്കുക. അതായത് നമ്മൾ ഈ ബലൂൺ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതിലെ വായു പുറത്തേക്ക് പോവുകയും ഈ ബലൂൺ താഴ്ന്നു കിടക്കുകയും ചെയ്യും. കാരണം ഈ ബലൂൺ എന്തുണ്ട്, ഈ ബലൂണിൻ്റെ അകത്ത് വായു നിറച്ചു വെച്ചിട്ടുണ്ട്. വായുവിന് എന്താണ്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അതുപോലെ വായുവിന് നിശ്ചിത ഭാരമുണ്ട്. ഇത് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അതായത് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരം ഉള്ളതുമായ ഏതൊന്നിനെയും പദാർത്ഥം എന്നാണ് പറയുന്നത്. എനിത്തിങ് that occupies space, it has particular mass is called matter. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു സാധനത്തിനെയും മാറ്റർ അഥവാ പദാർത്ഥം എന്ന് പറയുന്നു. നമുക്കറിയാം, നമ്മൾ ചുറ്റും നോക്കൂ, പേന, ഡെസ്ക്, നോട്ട്ബുക്ക്, അതുപോലെ മൊബൈൽ, മറ്റു എല്ലാ സാധനങ്ങളും ചുറ്റിൽ കാണപ്പെടുന്ന എല്ലാ വസ്തുക്കളും എന്താണ്, പദാർത്ഥങ്ങളാണ്, മാറ്ററാണ്. നമ്മൾ ശ്വസിക്കുന്ന വായു മാറ്ററാണ്, കുടിക്കുന്ന വെള്ളം, അതുപോലെ ദ്രാവക രൂപത്തിലുള്ള വെളിച്ചെണ്ണ, ഓയിൽ എല്ലാം എന്താണ്, മാറ്ററാണ്. നമുക്കറിയാം, ചുറ്റിലും കാണപ്പെടുന്ന മാറ്റർ പ്രധാനമായിട്ടും 3 ആക്കി തരംതിരിക്കാം. 1 ഖരാവസ്ഥയിലുള്ള പദാർത്ഥം, 2 ദ്രാവകാവസ്ഥയിലുള്ള പദാർത്ഥം, 3 വാതകാവസ്ഥയിലുള്ള പദാർത്ഥം. ഇതല്ലാതെ വേറെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പ്ലാസ്മ, അത് മറ്റു സ്റ്റേറ്റ് ആണ്, അതിലേക്കൊന്നും പോകുന്നില്ല. പദാർത്ഥത്തെ പ്രധാനമായിട്ടും 3 ആക്കി തരംതിരിക്കാം. 1 സോളിഡ്, 2 ലിക്വിഡ്, 3 ഗ്യാസ്. ഖരം, ദ്രാവകം, വാതകം. പദാർത്ഥത്തെ പ്രധാനമായും 3 ആക്കി തരംതിരിക്കാം. പദാർത്ഥത്തെ ഫസ്റ്റ് വൺ സോളിഡ് ഖരാവസ്ഥയിലുള്ള പദാർത്ഥം. സെക്കൻഡ് വൺ ലിക്വിഡ്, ദ്രാവക രൂപത്തിലുള്ള പദാർത്ഥം. തേർഡ് വൺ ഗ്യാസ്, വാതക രൂപത്തിലുള്ള പദാർത്ഥം.
പദാർത്ഥത്തെ പ്രധാനമായും മൂന്നാക്കി തിരിച്ചു. ഒന്ന് ഖരം, രണ്ട് ദ്രാവകം. ഈ ഖരത്തിനെയും ദ്രാവകത്തെയും കുറിച്ച് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മുടെ വിഷയം എന്താണ്? ഗ്യാസ് ആണ്. ഗ്യാസിന്റെ ബന്ധപ്പെട്ട ഗ്യാസ് നിയമങ്ങളും അത് വാതക നിയമങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് വാതകത്തിന്റെ പ്രത്യേകത, അതായത് സോളിഡിൽ നിന്നും ലിക്വിഡിൽ നിന്നും എന്താണ് ഗ്യാസിന് പ്രത്യേകത, അത് മനസ്സിലാക്കാൻ വേണ്ടി സോളിഡിലെയും ലിക്വിഡിലെയും ഗ്യാസിലെയും തന്മാത്രാ ക്രമീകരണത്തെ കുറിച്ച് പറയാൻ പോകുന്നു. ശ്രദ്ധിക്കൂ. ഫോർ എക്സാമ്പിൾ, 1, 2, 3 ബീക്കർ എടുത്ത് സങ്കല്പിക്കുക. ഒന്നാമത്തെ ബീക്കറിൽ എന്താണ്? സോളിഡ്, ഏതെങ്കിലും സോളിഡ് അവസ്ഥയിൽ പദാർത്ഥം ഉണ്ട് സങ്കല്പിക്കുക. 2 ലിക്വിഡ് രൂപത്തിലുള്ള പദാർത്ഥമുണ്ട്. 3 മൂന്നാമത്തെ ബീക്കറിൽ ഗ്യാസ്. നമുക്കറിയാം, നമ്മളെ ചുറ്റിലും കാണപ്പെടുന്ന എല്ലാ ഖരപദാർത്ഥങ്ങൾക്കും തന്നെ നിശ്ചിത ആകൃതിയും വ്യാപ്തവും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇതിനൊരു ആകൃതിയുണ്ട്, ഒരു വ്യാപ്തമുണ്ട്. അത് നമ്മുടെ മൊബൈൽ ഒരു ആകൃതിയുണ്ട്, ഒരു വ്യാപ്തമുണ്ട്. ഡെസ്ക്, ബെഞ്ച്, ഖരരൂപത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങൾക്കും നിശ്ചിത ആകൃതിയും വ്യാപ്തവും ഉണ്ട്. നോക്കൂ, ഖരപദാർത്ഥങ്ങളിലെ ആറ്റങ്ങൾ, നമുക്കറിയാം, നമ്മുടെ കെമിസ്ട്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാ വസ്തുക്കളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏറ്റവും ചെറിയ കണിക കൊണ്ടാണ്, അതായത് ആറ്റങ്ങൾ കൊണ്ടാണ്. നമ്മൾ ജോൺ ഡാൾട്ടന്റെ ആറ്റോമിക് സിദ്ധാന്തം പഠിച്ചിട്ടുണ്ട്. ആറ്റങ്ങളെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. വ്യത്യസ്ത മൂലക ആറ്റങ്ങൾക്ക് വ്യത്യസ്ത സ്വഭാവമായിരിക്കും, വ്യത്യസ്ത മാസ് ആയിരിക്കും. ഡിഫറെന്റ് ആറ്റംസ് ആർ ഡിഫറെന്റ് മാസസ് ആൻഡ് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്. അതുപോലെ ഡിഫറെന്റ് ആറ്റംസ് കമ്പൈൻ ടുഗദർ ടു ഫോം മോളിക്യൂൾസ്. വ്യത്യസ്ത ആറ്റങ്ങൾ കൂടിച്ചേർന്ന് സംയുക്തങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ ഒരു പദാർത്ഥത്തിൽ ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അതൊക്കെ 9ാം ക്ലാസ്സിൽ ജോൺ ഡാൾട്ടന്റെ ആറ്റോമിക് സിദ്ധാന്തത്തിൽ 6 പോയിന്റായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്കൊന്നും പോകുന്നില്ല. നോക്കൂ, അപ്പൊ സോളിഡിൽ ഖരപദാർത്ഥത്തിൽ ആറ്റങ്ങൾ എന്താണ്? വളരെ അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. നോക്കൂ, ഇത് ഒരു ഖരപദാർത്ഥമാണെങ്കിൽ ഖരപദാർത്ഥത്തിലെ ആറ്റങ്ങൾ വളരെ അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഒരു ഖരപദാർത്ഥത്തിലെ ആറ്റങ്ങൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആറ്റങ്ങൾ തമ്മിലുള്ള അകലം എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. അതായത് അടുത്തടുത്തായിരിക്കും സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആറ്റങ്ങൾ തമ്മിലുള്ള അകലം വളരെ കുറവായിരിക്കും. ഈ അകലം വളരെ കുറവായത് കൊണ്ട് തന്നെ ആറ്റങ്ങൾ തമ്മിലുള്ള ആകർഷണ ബലം, അട്രാക്റ്റീവ് ഫോഴ്സ് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. അതുകൊണ്ട് ഈ ആറ്റങ്ങൾക്ക് ചലിക്കുവാനുള്ള ഊർജം, കൈനറ്റിക് എനർജി എന്ന് പറയുന്നതായിരിക്കും വളരെ കുറവായിരിക്കും. അതുകൊണ്ട് എന്തുണ്ട്? ഖരപദാർത്ഥങ്ങൾക്ക് നിശ്ചിത ആകൃതിയും വ്യാപ്തവും ഉണ്ട്. ഇൻ എ സോളിഡ് സബ്സ്റ്റൻസ് ആറ്റംസ് ആർ വെരി ക്ലോസ്ലി പാക്ഡ്. വളരെ അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അട്രാക്റ്റീവ് ഫോഴ്സ് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. അതുകൊണ്ട് കൈനറ്റിക് എനർജി എന്താ? ചലിക്കുവാനുള്ള ഊർജത്തെയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, ഗതികോർജം എന്ന് പറയുന്നത്. അത് എബിലിറ്റി ടു മൂവ്, ചലിക്കാനുള്ള ഊർജം, അതെന്തായിരിക്കും? വളരെ കുറവായിരിക്കും. ഓരോ ആറ്റങ്ങളും പരസ്പരം ആകർഷിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് ചലിക്കുവാനുള്ള കഴിവ് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും, അടുത്തായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഖരപദാർത്ഥങ്ങൾക്ക് നിശ്ചിത ആകൃതിയും ഷേപ്പും നിശ്ചിത വോള്യം, വ്യാപ്തവും ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ ചുറ്റിലും കാണുന്ന എല്ലാ പദാർത്ഥവും നിങ്ങളൊന്ന് നിരീക്ഷിച്ച് നോക്കൂ. എല്ലാത്തിനും ആകൃതി ഉണ്ടായിരിക്കും, ഒരു വ്യാപ്തം ഉണ്ടായിരിക്കും. ഇനി നോക്കൂ, ദ്രാവക രൂപത്തിലാണെങ്കിലോ, ദ്രാവക ഇപ്പൊ ഫോർ എക്സാമ്പിൾ വെളിച്ചെണ്ണ, മണ്ണെണ്ണ, പെട്രോൾ, ഡീസൽ, നമ്മൾ കുടിക്കുന്ന ദ്രാവക രൂപത്തിലുള്ള എല്ലാം എന്താണ്? ഇതിന് എക്സാമ്പിളായി പറയാൻ പറ്റും. ദ്രാവക രൂപത്തിലാകുന്നത് ആറ്റങ്ങൾ എന്തായിരിക്കും? ദ്രാവക രൂപത്തിലാകുമ്പോൾ ആറ്റങ്ങൾ ഖരപദാർത്ഥങ്ങളിലെ ആറ്റങ്ങളെ അപേക്ഷിച്ച് അകലം കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അകലം കുറച്ച് കൂടുതലാകുമ്പോൾ ആകർഷണ ബലം കുറച്ചെന്ത് ചെയ്യും? കുറയും. അതുകൊണ്ട് കൈനറ്റിക് എനർജി ഇതിനപേക്ഷിച്ച് കുറച്ച് കൂടും, ഇൻക്രീസസ്. അതുകൊണ്ട് തന്നെ ദ്രാവക പദാർത്ഥത്തിന് എന്തില്ല? നിശ്ചിത ആകൃതി, ഷേപ്പ് ഇല്ല.
എന്നാൽ എന്തുണ്ട്? നിശ്ചിത വോള്യം അഥവാ വ്യാപ്തമുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കുടിക്കുന്ന വെള്ളം നമ്മളൊരു ബക്കറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ബക്കറ്റിന്റെ ഷേപ്പാണ് അതിന്റെ ഷേപ്പ്. അത് കുപ്പിയിലേക്ക് വെച്ചാലോ കുപ്പിയുടെ ഷേപ്പായി. ഒരു നിശ്ചിത ഷേപ്പില്ല, അത് എന്തിനാണ് എടുക്കുന്നത് അതിന്റെ ഷേപ്പായിരിക്കും, ദ്രാവകത്തിന്റെ ഷേപ്പായി കണക്കാക്കപ്പെടുന്നത്. എന്തുണ്ട് ദ്രാവകത? ഒരു കുപ്പി വെള്ളം, ഒരു ബക്കറ്റ് വെള്ളം, ഒരു വോള്യം ഉണ്ട്, വ്യാപ്തമുണ്ട്. ഒന്നുകൂടെ പറയുന്നു, ദ്രാവകങ്ങളിലെ ആറ്റങ്ങൾ ഖരപദാർത്ഥങ്ങളിലെ ആറ്റങ്ങളെ അപേക്ഷിച്ച് അകലം കുറച്ച് കൂടുതലാണ്. ശ്രദ്ധിക്കൂ, ഇത് അടുത്തായിരുന്നു, ഇത് അകലം കുറച്ച് കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ ആറ്റങ്ങൾ തമ്മിലുള്ള ആകർഷണ ബലം ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ആകർഷണ ബലം എന്തായിരിക്കും? കുറച്ച് കുറവായിരിക്കും, കൂടുതലായിരിക്കും. ആകർഷണ ബലം കുറച്ച് കുറവായിരിക്കും. ഈ ആകർഷണ ബലം കുറച്ച് കുറവാകുമ്പോഴത്തേക്കും ഓരോ ആറ്റത്തിനും ചലിക്കാനുള്ള ഊർജ്ജം, എബിലിറ്റി ടു മൂവ്, കൈനറ്റിക് എനർജി കൂടും. അതുകൊണ്ടാണ് ദ്രാവകങ്ങൾക്ക് നിശ്ചിത ആകൃതി ഇല്ല, വ്യാപ്തം മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ കാരണം. ഇനി നോക്കൂ, നമ്മൾ വിഷയം സോളിഡ് ലിക്വിഡും അല്ല, നമ്മുടെ വിഷയം എന്താണ്? ഗ്യാസ് ആണ്. വാതക നിയമങ്ങളും മോൾ സങ്കല്പം എന്നാണ് നമ്മൾ ചാപ്റ്ററിന്റെ ഹെഡിങ്. നമ്മൾ വാതകത്തെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് വാതകത്തിന് പ്രത്യേകത? നോക്കൂ, വാതകത്തിൽ മോളിക്യൂൾസ് എന്തായിരിക്കും? വാതകത്തിലെ മോളിക്യൂൾസ് സോളിഡ്സിലെയും ലിക്വിഡ്സിലെയും ആറ്റങ്ങൾ അല്ലെങ്കിൽ മോളിക്യൂൾസിനെ അപേക്ഷിച്ച് എന്തായിരിക്കും? ഇതിലെ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ അകലം വളരെ കൂടുതലായിരിക്കും. നോക്കൂ, ഇത് അടുത്തായിരുന്നു, ഇത് കുറച്ച് അകലം കൂടി, ഇത് ഒന്നുകൂടി അകലം കൂടി. അങ്ങനെ അകലം കൂടുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും? അട്രാക്റ്റീവ് ഫോഴ്സ്, ആകർഷണ ബലം, രണ്ട് മോളിക്യൂൾസ് പരസ്പരം ആകർഷിക്കാനുള്ള ബലം, ആകർഷണ ബലം എന്ത് ചെയ്യും? കുറയും. ആകർഷണ ബലം കുറയുമ്പോൾ സ്വാഭാവികമായും ഓരോ മോളിക്യൂൾസിനും കൈനറ്റിക് എനർജി, ചലിക്കാനുള്ള ഊർജ്ജം എന്ത് ചെയ്യും? ഇൻക്രീസ്, കൂടും. നമുക്കത് ആകർഷണം അടുത്ത് നോക്കുമ്പോൾ ആകർഷണ ബലം കൂടുതലുണ്ടാകുക, ഒന്നകന്ന ആകർഷണ ബലം കുറഞ്ഞ് ഓരോ മോളിക്യൂൾസ് ചലിക്കാനുള്ള ഊർജ്ജം കൂടും. അപ്പോൾ ഗ്യാസ് മോളിക്യൂൾസിൽ അല്ലെങ്കിൽ ഗ്യാസിൽ ഓരോ മോളിക്യൂൾസും അല്ലെങ്കിൽ ഓരോ ആറ്റംസും എന്താണ്? അകലം വളരെ കൂടുതലായതിനാൽ അട്രാക്ഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് കൈനറ്റിക് എനർജി ഇൻ ദ ഗ്യാസ് മോളിക്യൂൾസ് എന്താണ്? വെരി ഹൈ ആണ്, വളരെ കൂടുതലായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഗ്യാസ് മോളിക്യൂൾസ് എന്തില്ല? ഗ്യാസ് മോളിക്യൂൾസ് നിരന്തരം ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഗ്യാസ് മോളിക്യൂൾസ് നിരന്തരം ചലിക്കാനുള്ള കാരണം എന്താണ്? ഗ്യാസ് മോളിക്യൂൾസിലെ ഓരോ മോളിക്യൂൾസും അകന്നകന്നാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് അട്രാക്റ്റീവ് ഫോഴ്സ് എന്താണ്? വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഗ്യാസ് മോളിക്യൂൾസ് നിരന്തരം ചലിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതായത് കൈനറ്റിക് എനർജി വളരെ കൂടുതലാണെന്ന് പറയാൻ കാരണം. ഈ കൈനറ്റിക് എനർജി വളരെ കൂടുതലുള്ള ഗ്യാസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഗ്യാസിന് എന്തില്ല? നിശ്ചിത ആകൃതി ഇല്ല, നിശ്ചിത വ്യാപ്തവും ഇല്ല, നിശ്ചിത ഷേപ്പും ഇല്ല, നിശ്ചിത വോളിയം ഇല്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഷേപ്പും വോളിയം ഇല്ലാത്ത ഗ്യാസിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അതായത് ഗ്യാസ് ലോസ്, വാതക നിയമങ്ങൾ. 3 വാതക നിയമങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 1 ബോയിൽസ് നിയമം, 2 ചാൾസ് നിയമം, 3 അവഗാഡ്രോ നിയമം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഗ്യാസിന്റെ വോള്യം പറഞ്ഞാൽ എന്താണ്, ഗ്യാസിന്റെ ടെമ്പറേച്ചർ എന്താണ്, ഗ്യാസിന്റെ പ്രഷർ എന്താണ്, ഇത് മൂന്നുമായി ബന്ധപ്പെട്ട ഒരു ലോസ് ആണ് ഗ്യാസ് ലോസ്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഗ്യാസിന്റെ ടെമ്പറേച്ചർ പറയുന്നു, ഗ്യാസിന്റെ വോള്യം പറയുന്നു, ഗ്യാസിന്റെ പ്രഷർ പറയുന്നു. ഒന്ന് ശ്രദ്ധിക്കൂ. ടെമ്പറേച്ചർ ആദ്യം നമുക്ക് വോളിയം എടുക്കാം. ഗ്യാസിന്റെ വോളിയം, പിന്നെ ഗ്യാസിന്റെ ടെമ്പറേച്ചർ പറയാം, പിന്നെ ഗ്യാസിന്റെ പ്രഷർ പറയാം. വ്യാപ്തം, താപനില, മർദ്ദം. എന്താണ് ഗ്യാസിന്റെ വ്യാപ്തം, എന്താണ് ഗ്യാസിന്റെ താപനില, എന്താണ് ഗ്യാസിന്റെ പ്രഷർ, മർദ്ദം? നോക്കൂ, ഫോർ എക്സാമ്പിൾ ഒരു ബലൂൺ എടുത്ത് സങ്കല്പിക്കുക. ബലൂണിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യും? വായു നിറച്ചു സങ്കല്പിക്കുക. ഈ വായു ബലൂൺ പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബലൂണിന്റെ അകത്തുള്ള വായു പുറത്തേക്ക് വരും.
അപ്പൊ ഈ ബലൂണിന്റെ വ്യാപ്തം അഥവാ വോളിയം എന്ന് പറയുന്നതാണ് ബലൂണിന്റെ ഉൾവശമാണ്. അതായത് വാതകത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെയാണ് എന്ത് പറയുന്നത്, വാതകങ്ങളുടെ വോളിയം അഥവാ വ്യാപ്തം എന്ന് പറയുന്നത്. വോളിയം ഓഫ് ദ ഗ്യാസ് ഇസ് ദ വോളിയം ഓഫ് ദ കണ്ടെയ്നർ വിച്ച് ഇറ്റ് ഓക്യുപ്പൈസ്. അതായത് ഒരു വാതകത്തിന്റെ വോളിയം എന്ന് പറയുന്നത് ആ വാതകത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലമാണ്. ഫോർ എക്സാമ്പിൾ, ഇതൊരു ഖരപദാർത്ഥമാണ്. നമ്മുടെ വിഷയം സോളിഡ് അല്ല, ഖരമല്ല, നമ്മുടെ വിഷയം ഗ്യാസ് ആണ്. എന്നിട്ട് ഇതൊരു സോളിഡ് അവസ്ഥയിലുള്ള പദാർത്ഥമാണ്. ഇതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് ഇത്രയും സ്ഥലമാണ്. ഈ സോളിഡിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെയാണ് എന്തൊരു ഖരാവസ്ഥയിലുള്ള പദാർത്ഥത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത്. അതുപോലെ വാതകങ്ങളുടെ വ്യാപ്തം എന്ന് പറയുന്നത് ഒരു വാതക തന്മാത്രകൾക്ക് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിനെയാണ് വാതകങ്ങളുടെ വ്യാപ്തം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തു, ഒരു ബലൂൺ എടുത്തു, ആ ബലൂണിന്റെ അകത്ത് എന്ത് ചെയ്തു, ഒരു ബലൂൺ എടുത്തു, ആ ബലൂണിന്റെ അകത്ത് നമ്മൾ വായു നിറച്ചു വെച്ചു. അപ്പൊ ഈ നമുക്കറിയാം, ഈ ഗ്യാസ് മോളിക്യൂൾസ് എന്താണ്, ധാരാളം ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടാവും. ഈ ഗ്യാസ് മോളിക്യൂൾസ് എന്താണ്, നിരന്തരം ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഗ്യാസ് മോളിക്യൂൾസ് നിരന്തരം ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ബലൂണിന്റെ അകത്ത് നമ്മൾ വാതകങ്ങൾ നിറച്ചു വെച്ചാൽ ഈ വാതകം ചെയ്യും ബലൂണിന്റെ അകത്ത് നിന്ന് ചലിച്ചുകൊണ്ടേയിരിക്കാം. നമുക്ക് ബലൂൺ എന്താണ്, കൈനറ്റിക് എനർജി കൂടുതലാണ്, ചലിക്കാൻ ഊർജ്ജം കൂടുതലാണ്. അപ്പൊ ഈ വാതകത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലം ഈ ബലൂണിന്റെ ഉൾവശമാണെന്ത്, ബലൂണിന്റെ വ്യാപ്തം എന്ന് പറയുന്നത്. അതായത് വോളിയം ഓഫ് ദ ഗ്യാസ് ഇസ് ദ വോളിയം ഓഫ് ദ കണ്ടെയ്നർ വിച്ച് ഇറ്റ് ഓക്യുപ്പൈസ്. അതായത് വാതക തന്മാത്രകൾക്ക് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിന് വാതകങ്ങളുടെ വ്യാപ്തം എന്ന് പറയുന്നു. ഇനി നോക്കൂ, ടെമ്പറേച്ചർ. എന്താണ് വാതകങ്ങളുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്? ഫോർ എക്സാമ്പിൾ, നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. നമ്മൾ ബലൂണിന്റെ അകത്ത് വായു നിറച്ചു വെച്ചു സങ്കല്പിക്കുക. ഈ ബലൂൺ നമ്മൾ എന്ത് നൂല് ഉപയോഗിച്ച് കെട്ടി ഈ ബലൂൺ നമ്മൾ ക്ലാസ് റൂമിന് പുറത്ത് കൊണ്ടുപോയി സങ്കല്പിക്കുക. നമുക്കറിയാം, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എന്ത് സംഭവിക്കും, ബലൂൺ എന്ത് ചെയ്യും, പൊട്ടും. കാരണം എന്താണ്, അതായത് ബലൂൺ നമ്മൾ പുറത്ത് കൊണ്ടുവച്ചു, സൂര്യപ്രകാശം ഒരു ഊർജ്ജമാണ്, ആ ഊർജ്ജം എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്യുമ്പോൾ ഈ ഗ്യാസ് ബലൂണിന്റെ അകത്തുള്ള വാതക തന്മാത്രകൾ ഗ്യാസ് മോളിക്യൂൾസ് ടെമ്പറേച്ചർ എനർജി അബ്സോർബ് ചെയ്യും. അപ്പൊ ഈ ഗ്യാസ് മോളിക്യൂൾസ് എന്ത് ചെയ്യും, ഒരു എനർജി കിട്ടും, ഊർജ്ജം കിട്ടും. അപ്പൊ ഓൾറെഡി എന്തുണ്ട്, ഗ്യാസ് മോളിക്യൂൾസിന് ചലിക്കുവാനുള്ള ഊർജ്ജം വളരെ കൂടുതലാണ്. അപ്പൊ ഈ ഊർജ്ജം കിട്ടുമ്പോൾ എന്ത് ചെയ്യും, ഗ്യാസ് മോളിക്യൂൾസ് ഒന്നും കൂടെ വേഗത്തിൽ ചലിക്കാൻ തുടങ്ങും. അപ്പൊ എന്ത് ചെയ്യും, ഈ ഗ്യാസ് മോളിക്യൂൾസ് എന്ത് ചെയ്യില്ല, ഈ വ്യാപ്തം എന്ത് ചെയ്യില്ല, ഇത് മതിയാവാതെ വരും. അപ്പൊ എന്ത് ചെയ്യും, ബലൂൺ പൊട്ടും. അപ്പൊ നമുക്ക് ഇത് എന്ത് പറയാൻ പറ്റും, എന്താണ് ഗ്യാസിന്റെ ടെമ്പറേച്ചർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് ഗ്യാസ് മോളിക്യൂൾസ് ഓൾറെഡി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗ്യാസ് മോളിക്യൂൾസ് ബലൂണിന്റെ അകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസ് സൂര്യപ്രകാശം അബ്സോർബ് ചെയ്യുമ്പോൾ ആ ഗ്യാസ് മോളിക്യൂൾസ് നേരത്തെ ഉണ്ടായിരുന്ന കൈനറ്റിക് എനർജി ഒന്നുകൂടെ ഇൻക്രീസസ്. ഓൾറെഡി ഗ്യാസ് മോളിക്യൂൾസ് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാസ് മോളിക്യൂൾസ് സൂര്യപ്രകാശം എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് ടെമ്പറേച്ചർ, അതായത് കൈനറ്റിക് എനർജി ഗതികോർജ്ജം ഒന്നുകൂടെ കൂടും. അപ്പൊ ഒന്ന് വേഗത്തിൽ ചലിക്കാൻ തുടങ്ങും. അങ്ങനെ എന്ത് ചെയ്യും, ബലൂൺ എന്ത് ചെയ്യും, പൊട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് വളരെ സിമ്പിളാക്കി പറഞ്ഞാല് വാതക തന്മാത്രകൾക്ക് ചലിക്കുവാനുള്ള കഴിവിന് എന്ത് പറയുന്നത്, ശരാശരി വാതക തന്മാത്രകളുടെ ചലിക്കുവാനുള്ള ഊർജത്തെ പറയുന്ന പേരാണെന്ത്, വാതക തന്മാത്രകളുടെ താപനില എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. ഒരു ഗ്യാസ് മോളിക്യൂൾസിന്റെ ശരാശരി ചലിക്കുവാനുള്ള ഊർജത്തെയാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്, വാതകങ്ങളുടെ താപനിലയായിട്ട് കണക്കാക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ട് വിചാരിക്കുന്നു. അപ്പൊ എന്താണ് ഗ്യാസിന്റെ ടെമ്പറേച്ചർ? ഇറ്റ് ഈസ് ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. വാതക തന്മാത്രകൾക്ക് ശരാശരി ചലിക്കുവാനുള്ള ഊർജത്തെയാണ് എന്ത് പറയുന്നത്, വാതക തന്മാത്രകളുടെ താപനില അഥവാ ടെമ്പറേച്ചർ ആയിട്ട് കണക്കാക്കുന്നത്. ഇനി നോക്കൂ, വാതകങ്ങളുടെ പ്രഷർ, വാതകങ്ങളുടെ മർദ്ദം എന്താണ്? അതായത് നോക്കൂ, ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിൽ ഇത് സിറിഞ്ച് സങ്കല്പിക്കുക. എന്താണ് വാതകങ്ങളുടെ പ്രഷർ എന്നാണ് പറയാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ സിറിഞ്ചിൻ്റെ സങ്കല്പിക്കുക, ഇത് സിറിഞ്ച് സങ്കല്പിക്കുക. നമുക്കറിയാം, ഒരു സിറിഞ്ചിൻ്റെ ഈ
ബാക്ക് വശം നമ്മൾ എന്ത് ചെയ്യും, പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള വായു എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും. അതുപോലെ ഞാൻ ഒരു ബീക്കറിലേക്ക് സിറിഞ്ച് ഇറക്കി വെച്ച് സങ്കല്പിക്കുക. ആ ബീക്കർ അല്പം വെള്ളമുണ്ട്. ഈ സിറിഞ്ചിൻ്റെ ബാക്ക് ഇത് പുറകിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിൽ സിറിഞ്ചിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യും, വാട്ടർ കയറും. നമ്മത് പ്രസ് ചെയ്താലോ വാട്ടർ പുറത്തേക്ക് പോകും. അതായത് ഈ സിറിഞ്ചിന്റെ ബാക്ക് വശം പിറകിലേക്ക് വലിക്കുക എന്ന് പറയുന്നതാണ് മർദ്ദം കുറക്കുന്നു. മർദ്ദം കുറയുമ്പോൾ എന്ത് ചെയ്യും, വാട്ടർ എല്ലാം എന്ത് ചെയ്യും, ഈ സിറിഞ്ചിന്റെ ഉൾവശത്തേക്ക് കയറും. അതായത് വോളിയം ഇൻക്രീസസ്. ഇനി എന്ത് ചെയ്യും, ഈ സിറിഞ്ച് ബാക്കിൽ അമർത്തി കഴിഞ്ഞാലോ, ഈ അമർത്തുക എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻക്രീസസ്. പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യും, ഇതിന് ഇത്രയും വെള്ളം ഉണ്ടായിരുന്ന സ്ഥലം ഈ വെള്ളമെല്ലാം പുറത്തേക്ക് പോകും. വെള്ളത്തിന്റെ വോളിയം ഇത്രയും ഉണ്ടായിരുന്നു, പ്രഷർ ഇൻക്രീസസ്. അമർത്താൻ പ്രഷർ ഇൻക്രീസസ്, വോളിയം എന്ത് ചെയ്തു, കുറഞ്ഞു. അതാ ഇതുപോലെ തന്നെയാണ് ഈ വാട്ടർ പറയുമ്പോൾ ഗ്യാസ് എടുത്ത് സങ്കല്പിക്കും. ഗ്യാസ് എടുത്ത് അമർത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അമർത്തുന്ന പ്രഷർ ഇൻക്രീസസ്. അപ്പം എന്ത് ചെയ്യും, ഈ എല്ലാ ഗ്യാസും പുറത്തേക്ക് പോകുന്നു, വോളിയം ഡിക്രീസസ്. ഇനി പിറകിലേക്ക് വലിച്ചാലോ, പിറകിലേക്ക് വലിക്കാറ് പ്രഷർ ഡിക്രീസസ്. പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇതിന് ഗ്യാസ് എല്ലാം ഉള്ളിലേക്ക് കയറും. അതായത് വോളിയം, ഗ്യാസിന്റെ വോളിയം ഇൻക്രീസസ്. അതുപോലെ പ്രഷർ എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് എ ഫോഴ്സ് എക്സേർട്ട് പെർ യൂണിറ്റ് ഏരിയ. യൂണിറ്റ് പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ആകെ ബലത്തെയാണ് എന്ത് പറയുന്നത്, ഗ്യാസ് മോളിക്യൂൾസിന്റെ പ്രഷർ എന്ന് പറയുന്നത്. നോക്കൂ, അപ്പം വാതകങ്ങളുടെ പ്രഷർ, മർദ്ദം പറയുന്നതാണ് യൂണിറ്റ്, ഇറ്റ് ഈസ് എ ഫോഴ്സ് എക്സേർട്ട് പെർ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ആകെ ബലത്തെയാണ് എന്ത് പറയുന്നത്, വാതകങ്ങളുടെ പ്രഷർ അഥവാ മർദ്ദമായിട്ട് കണക്കാക്കുന്നത്. ഇപ്പോൾ നമ്മൾ എന്താണ് വോളിയം പറഞ്ഞു, ഗ്യാസിന്റെ വോളിയം എന്താണെന്ന് പറഞ്ഞു, ഗ്യാസിന്റെ ടെമ്പറേച്ചർ എന്താണെന്ന് പറഞ്ഞു, ഗ്യാസിന്റെ പ്രഷർ എന്താണെന്ന് പറഞ്ഞു. ഒന്നുകൂടെ പറയുന്നു, ഗ്യാസിന്റെ ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞത് എന്താണ്, പ്രഷറും വോളിയം എന്താണ് വിപരീതാനുപാതത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞു തന്നത്. നമുക്ക് എല്ലാവർക്കും നിത്യജീവിതവുമായി പരിചിതമുള്ള എക്സാമ്പിൾ ആണ്. അപ്പൊ പ്രഷർ കൂടുമ്പോൾ അമർത്തുക എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻക്രീസസ്. അപ്പൊ ഈ ഇത്രയും ഉണ്ടായിരുന്ന വോളിയം ഡിക്രീസസ്. പുറകിലേക്ക് വലിക്കാൽ പ്രഷർ ഡിക്രീസസ്. അപ്പൊ ഈ വോളിയം ഇൻക്രീസസ്. അപ്പൊ പ്രഷറും വോളിയം എന്താണ്, വിപരീതാനുപാതത്തിലാണ്. അപ്പൊ യൂണിറ്റ് പ്രതലത്തിൽ ഗ്യാസ് മോളിക്യൂൾസിന് മുകളിൽ അനുഭവപ്പെടുന്ന ആകെ ബലത്തെ നമ്മൾ എന്താക്കി കണക്കാക്കുന്നു, വാതകങ്ങളുടെ മർദ്ദം അഥവാ പ്രഷറായിട്ട് കണക്കാക്കുന്നു. ഇറ്റ് ഈസ് എ ഫോഴ്സ് എക്സേർട്ടഡ് പെർ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് പ്രഷർ ഓഫ് എ ഗ്യാസ്. അപ്പൊ എന്താണ് ഗ്യാസിന്റെ വോളിയം പറഞ്ഞു, എന്താണ് ഗ്യാസിന്റെ ടെമ്പറേച്ചർ പറഞ്ഞു, എന്താണ് ഗ്യാസിന്റെ പ്രഷർ പറഞ്ഞു. ഇനി നമുക്ക് ഗ്യാസിന്റെ വോളിയവും ഗ്യാസിന്റെ ടെമ്പറേച്ചറും ബന്ധപ്പെട്ട ലോ ഉണ്ട്, ഗ്യാസിന്റെ വോളിയവും ഗ്യാസിന്റെ പ്രഷറും ബന്ധപ്പെട്ട ഒരു ലോ ഉണ്ട്. അങ്ങനെ 3 ലോസ് പഠിക്കാനുണ്ട്, ഗ്യാസ് ലോസ് പഠിക്കാനുണ്ട്. നോക്കൂ, നമ്മൾ ഗ്യാസിന്റെ വോളിയം, ഗ്യാസിന്റെ ടെമ്പറേച്ചർ, ഗ്യാസിന്റെ പ്രഷർ എന്താ പറഞ്ഞു. ഇനി ഗ്യാസിന്റെ വോളിയവും ഗ്യാസിന്റെ പ്രഷറും ബന്ധപ്പെട്ട ലോ ആണ് ബോയിൽസ് ലോ. അതായത് ഗ്യാസിന്റെ വോളിയം ഗ്യാസിന്റെ പ്രഷറും ബന്ധപ്പെടുത്തിയ ഒരു പഠനം നടത്തിയ സയന്റിസ്റ്റ് ആണ് റോബർട്ട് ബോയിൽ. അദ്ദേഹത്തിന് മനസ്സിലായ കാര്യമാണ് അദ്ദേഹത്തെ പ്രസ്താവനയിലൂടെ നമ്മൾ അറിയിക്കുന്നത്. അതാണ് നമ്മൾ ബോയിൽസ് ലോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നോക്കൂ, അപ്പൊ ഈ ബോയിൽസ് ലോ എന്ന് പറയുന്നത് ഗ്യാസിന്റെ വോളിയവും ഗ്യാസിന്റെ പ്രഷറും ബന്ധമുള്ള റിലേറ്റ് ചെയ്ത ഒരു ലോയാണ് ബോയിൽസ് ലോ. ഇനി അടുത്തത് ഗ്യാസിന്റെ വോളിയവും ഗ്യാസിന്റെ ടെമ്പറേച്ചറും ബന്ധപ്പെട്ട ഒരു ലോ ഉണ്ട്. അത് ചാൾസ് എന്ന സയന്റിസ്റ്റാണ് കൊണ്ടുവന്നത്. അതാണ് ചാൾസ് ലോ. ഒരു കണ്ടീഷൻ ഉണ്ട്, 2 ലോക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്. ഇത് രണ്ടുമാണ് ഒന്നിച്ച് പറയുന്ന ഒരു മൂന്നാമത്തെ ലോ ആണ് അവഗാഡ്രോ ലോ. ഫസ്റ്റ് വൺ ശ്രദ്ധിക്കൂ. അതായത് വാതക വ്യാപ്തവും മർദ്ദവും, അതാണ് വ്യാപ്തവും മർദ്ദവും ബന്ധപ്പെട്ട ലോ. റോബർട്ട് ബോയിൽ എന്ന സയന്റിസ്റ്റ് ഒരു ഗ്യാസിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചു. ശേഷം ഗ്യാസിന്റെ വോളിയത്തെയും പ്രഷറിനെയും ബന്ധപ്പെടുത്തി അദ്ദേഹം ഒരു പഠനം നടത്തി.
അദ്ദേഹത്തിന് ആ പഠനത്തിലൂടെ മനസ്സിലായ കാര്യം അദ്ദേഹം അവതരിപ്പിക്കുന്നു. അതാണ് ബോയിൽസ് ലോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം ഇതിൽ ടെമ്പറേച്ചർ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഇനി അടുത്ത ലോ ആകുമ്പോൾ വോളിയം ടെമ്പറേച്ചറും ബന്ധപ്പെട്ട് ലോ ആകുമ്പോൾ പ്രഷർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അടുത്ത ലോ എന്തായിരിക്കും? അടുത്ത അവഗാഡ്രോ ലോ, ഇവിടെയുള്ള ടെമ്പറേച്ചറും രണ്ടാമത്തെ ചാൾസ് ലോയിലുള്ള പ്രഷറും രണ്ടും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് അവഗാഡ്രോ ലോ. ഇപ്പൊ ഗ്യാസിന്റെ വോളിയവും പ്രഷറും എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ലേ ഒരു പഠനം നടത്തി. എങ്ങനെ? ആ ഗ്യാസിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത ശേഷമാണ് അദ്ദേഹം പഠനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ T എന്ന് ബ്രാക്കറ്റിൽ എഴുതുന്നു. ടെമ്പറേച്ചർ ഇസ് എ കോൺസ്റ്റന്റ്, വോളിയം ഓഫ് particular amount of a gas is inversely proportional to the pressure. ഇൻവേഴ്സ്ലി, വിപരീതാനുപാതത്തിലാണ്. ഒന്നുകൂടെ പറയുന്നു. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത ഭാരമുള്ള വാതകത്തിൻ്റെ വ്യാപ്തം V എന്ന് പറയുന്നത് ആ വാതകത്തിൻ്റെ മർദ്ദത്തിന് വിപരീതാനുപാതത്തിലാണ്. നേരാനുപാതത്തിലാണ് എങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതുമായിരുന്നു. മർദ്ദത്തിന് നേരാനുപാതത്തിലാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? V കൂടുമ്പോൾ P കൂടുന്നു അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, താപനില സ്ഥിരമായിരിക്കുമ്പോൾ. അല്ലെങ്കിൽ V കുറയുമ്പോൾ പ്രഷർ കുറയുന്നു. എന്നാൽ ഇങ്ങനെയല്ല. എന്താ? അതെന്താണ്? വിപരീതാനുപാതത്തിലാണ്. വിപരീതം. അപ്പം എന്താണ്? 1/P ആണ്, നേരാനുപാതത്തിലല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതാൻ കാരണം. ഒന്നുകൂടെ പറയുന്നു. ഒരു നിശ്ചിത ഭാരമുള്ള വാതകത്തിൻ്റെ താപനില സ്ഥിരമായിരിക്കുമ്പോൾ, ടെമ്പറേച്ചർ ഇസ് എ കോൺസ്റ്റന്റ്, ആ വാതകത്തിൻ്റെ വ്യാപ്തം, ആ വാതക തന്മാത്രകൾക്ക് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലമാണല്ലോ വ്യാപ്തം. ആ വ്യാപ്തം V എന്ന് പറയുന്നത് ആ വാതകത്തിൻ്റെ മർദ്ദത്തിന് വിപരീതാനുപാതത്തിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ബോക്സിൽ ഗ്യാസ് എടുത്ത് സങ്കല്പിക്കുക, ഓക്സിജൻ ഗ്യാസ് എടുത്ത് സങ്കല്പിക്കുക. അപ്പോൾ ഈ ഗ്യാസിന് എന്തുണ്ടായിരിക്കും? ഒരു വോള്യം ഉണ്ടായിരിക്കും. ഈ ഗ്യാസിന് ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും. ഈ ഗ്യാസിന് പ്രഷർ ഉണ്ടായിരിക്കും. ശരിയല്ലേ? അതുപോലെ ഇതിൽ എന്താണ് കോൺസ്റ്റന്റ്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. വാതകത്തിന്റെ താപനില മാറുന്നില്ല സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ മാത്രമുള്ള കാര്യമാണ് ആര് പറയുന്നത്? ഈ റോബർട്ട് ബോയിൽ എന്ന സയന്റിസ്റ്റ് പറയുന്നത്. ഇപ്പം എല്ലാവർക്കും മനസ്സായിട്ട് വിചാരിക്കുന്നു. താപനില ഒരു നിശ്ചിത ഭാരമുള്ള വാതകത്തിന്റെ താപനില സ്ഥിരമായിരിക്കുമ്പോൾ അതിന്റെ വ്യാപ്തം V എന്ന് പറയുന്നത് മർദ്ദത്തിന് വിപരീതാനുപാതത്തിലാണ്. അപ്പം ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി ഇത് ആനുപാതികമാണ്, ചിഹ്നമാണത്. നമുക്ക് എല്ലാവർക്കും അറിയാം ആനുപാതികമാണ്, പ്രൊപ്പോർഷണാലിറ്റി. ഈ സിമ്പിൾ ഏത് കേസിലെയും ഈ സിമ്പിൾ ഒഴിവാക്കുമ്പം ഒരു സമം എന്ന് വരും. മാത്രമല്ല ഒരു സ്ഥിരസംഖ്യ എന്ന് വരും. നമ്മൾ മാത്സിൽ പഠിച്ചാണ് സ്ഥിരസംഖ്യ, കോൺസ്റ്റന്റ്. ഇനി ഇവിടെ എന്താ? V, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. ഇവിടെ എന്താ? 1 ഇൻറ്റു 1/P. അപ്പോൾ V = സ്ഥിരസംഖ്യ ഇൻറ്റു 1/P എന്ന് കിട്ടി. ഇനി നമുക്ക് സ്ഥിരസംഖ്യ റൈറ്റിലാണ്, V ലെഫ്റ്റിലാണ്. സ്ഥിരസംഖ്യ റൈറ്റിലോട്ട് നിർത്താം. സ്ഥിരസംഖ്യ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഇവിടെ നിർത്തി. = ഈ V ലെഫ്റ്റിലാണ്, P1. ഈ സ്ഥിരസംഖ്യ മാത്രമാണ് നിർത്തുക. 1/P റൈറ്റിലാണ്. P ഇവിടെ ഹരിക്കണം എന്നാണ്. ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താവും? ഗുണിക്കണം എന്നായി മാറും. V ഓൾറെഡി ഇവിടെ ഉണ്ട്. P ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തായും? ആ സ്ഥിരസംഖ്യ =PV, അത് കോൺസ്റ്റന്റ് =PV എന്നാണ് എന്ത്? ബോയിൽസ് ലോ എന്ന് പറയുന്നത്. ഇപ്പം താപനില സ്ഥിരമായിരിക്കുമ്പോൾ നിശ്ചിത ഭാരമുള്ള വാതകത്തിൻ്റെ വ്യാപ്തം V എന്ന് പറയുന്നത് ആ വാതകത്തിൻ്റെ മർദ്ദത്തിന് വിപരീതാനുപാതത്തിലാണ്. ടെമ്പറേച്ചർ ഇസ് എ കോൺസ്റ്റന്റ്, വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രഷർ. എല്ലാവർക്കും മനസ്സിലായിട്ട് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്താ ചെയ്യുക? അടുത്ത ഗ്യാസ് ലോസ് ആയ
ചാൾസ് ലോ എന്താണെന്ന് പരിചയപ്പെടാം. ഇനി ചാൾസ് ലോ എന്താണെന്ന് നോക്കൂ. ചാൾസ് ലോ നേരത്തെ പറഞ്ഞു, ഗ്യാസിന്റെ വോള്യവും ടെമ്പറേച്ചറും ബന്ധമുള്ള ഒരു ലോയാണ് ചാൾസ് ലോ. അതായത് ഇതിന് പകരം വോള്യം ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്. എന്താണ് ഇല്ലാത്തത്? പ്രഷറാണ്. ആ പ്രഷർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു ഗ്യാസിന്റെ പ്രഷർ സ്ഥിരമാക്കി എടുത്തുകൊണ്ട് ചേഞ്ച് ചെയ്യാതെ അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷമാണ് എന്ത് ഗ്യാസിന്റെ വോള്യത്തെയും ടെമ്പറേച്ചറെയും ബന്ധപ്പെടുത്തി അദ്ദേഹം ഒരു പഠനം നടത്തുന്നത്. അദ്ദേഹത്തിന് മനസ്സിലാക്കിയ കാര്യമാണ് അദ്ദേഹം ചാൾസ് ലോ എന്ന പേരിട്ട് വിളിക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കൂ. പ്രഷർ ഓഫ് എ ഗ്യാസ് ഈസ് കോൺസ്റ്റന്റ്. ഒരു വാതകത്തിന്റെ മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ നിശ്ചിത ഭാരമുള്ള വാതകത്തിന്റെ വ്യാപ്തം വി എന്ന് പറയുന്നത് ആ വാതകത്തിന്റെ താപനിലക്ക്, കെൽവിൻ സ്കെയിലിലുള്ള താപനിലക്ക്, ടെമ്പറേച്ചറിന് നേരാനുപാതികമാണ്. നേരത്തെ നമ്മൾ എന്തായിരുന്നു? 1/p എന്നായിരുന്നു പറഞ്ഞത് വിപരീതാനുപാതമായപ്പോൾ, അല്ലെ? വിപരീതം. ഇതെന്താണ്? വ്യാപ്തം എന്താണ്? ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്, നേരാനുപാതികമാണ്. അപ്പൊ ഇങ്ങനെ എഴുതാം, നേരാനുപാതികമാണ് ടെമ്പറേച്ചറിന്. ഒന്നുകൂടെ പറയുന്നു. നിശ്ചിത ഭാരമുള്ള ഒരു വാതകത്തിന്റെ മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ആ വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് ആ വാതകത്തിന്റെ കെൽവിൻ സ്കെയിലിലുള്ള താപനിലക്ക് നേരാനുപാതികമാണ്. പ്രഷർ ഇസ് എ കോൺസ്റ്റന്റ്. വോളിയം ഓഫ് particular amount of a gas is directly proportional to the temperature in Kelvin scale. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത ഭാരമുള്ള വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് ആ വാതകത്തിന്റെ താപനിലയ്ക്ക് നേരാനുപാതികമാണ്. നേരാനുപാതികമായതുകൊണ്ടാണ് ഞാൻ ടി എന്ന് എഴുതിയത്. വിപരീതാനുപാതമാണെങ്കിൽ എന്ത് എഴുതുമായിരുന്നു? 1/t എന്ന് എഴുതുമായിരുന്നു. ഇതെന്താണ്? നേരാനുപാതികമാണ്. Pressure is a constant. Volume of a gas is directly proportional to temperature in Kelvin scale. ഇത് നോക്കൂ. ഇത് നമ്മൾ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഈ പൂർണ്ണ കേസിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പം എന്ത് ചെയ്യും? ഈ ആനുപാതികമാണ് ചിഹ്നം ഒഴിവാക്കും. അപ്പോൾ ഏത് കേസിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ആനുപാതികമാണ് ചിഹ്നം ഒഴിവാക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരു ഈക്വൽ ടു എന്ന് വരും, സമം എന്ന് വരും. മാത്രമല്ല അതിന് കൂടെ എന്ത് വരും? ഒരു സ്ഥിരസംഖ്യ എന്ന് വരും. കോൺസ്റ്റന്റ്. സ്ഥിരസംഖ്യ, കോൺസ്റ്റന്റ്. പിന്നെ ഇവിടെ എന്താ? വി ഉണ്ടാവും. ഇവിടെ ഇൻറ്റു ടി ഉണ്ടാവും. അപ്പൊ വി ഈക്വൽ ടു സ്ഥിരസംഖ്യ ഇൻറ്റു ടി എന്ന് വരും. നമുക്കറിയാം ഇത് റൈറ്റ് ആണ്, ഇത് ലെഫ്റ്റ് ആണ്. ആ സ്ഥിരസംഖ്യ ഒരു വശത്ത് നിർത്തുന്നു. സ്ഥിരസംഖ്യ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഈക്വൽ ടു ഈ വി ഇവിടെ ഉണ്ട്. ടി എന്ത് ചെയ്യും? സ്ഥിരസംഖ്യ മാത്രം നിർത്തിക്കൊണ്ട് വി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാണ്. ഇവിടെ ഗുണിക്കണം എന്നുള്ള സാധനം ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഹരിക്കണം എന്നാവും. ആ v/t എന്ന് വരും. ഇതാണെന്ത്? ചാൾസ് ലോ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ആവശ്യമുണ്ട്, ധാരാളം പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഒന്നുകൂടെ പറയുന്നു. ഒരു നിശ്ചിത ഭാരമുള്ള വാതകത്തിന്റെ വ്യാപ്തം മർദ്ദസ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത ഭാരമുള്ള വാതകത്തിന്റെ വി എന്ന് പറയുന്നത് ആ വാതകത്തിന്റെ കെൽവിൻ സ്കെയിലിലുള്ള താപനിലക്ക് നേരാനുപാതികമാണ്. പ്രഷർ ഇസ് എ കോൺസ്റ്റന്റ്. Volume of particular amount of a gas is directly proportional to the temperature in Kelvin scale. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ലോ ആയ അവഗാഡ്രോ ലോ എന്താണെന്ന് നോക്കാം. ഇനി നമുക്ക് മൂന്നാമത്തെ ഗ്യാസ് ലോ നമ്മൾ ആദ്യം പറഞ്ഞു 3 വാതക നിയമങ്ങളാണ് പഠിക്കാനുള്ളത്. 2 പഠിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ വാതക നിയമം വാതകത്തിന്റെ വോള്യം പ്രഷർ റിലേറ്റഡ് ചെയ്ത ലോ, അതാണ് ബോയിൽസ് ലോ. രണ്ടാമത്തെ വോള്യം ടെമ്പറേച്ചർ റിലേറ്റ് ചെയ്ത ലോ, അതാണ് ചാൾസ് ലോ. ഇനി വോള്യം ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ്, അതായത്
വ്യാപ്തവും, നേരത്തെ അവിടെ വോള്യം ആൻഡ് പ്രഷർ പറഞ്ഞു, വോള്യം ആൻഡ് ടെമ്പറേച്ചർ പറഞ്ഞു, ഇനി വോള്യം ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. വ്യാപ്തവും തന്മാത്രയുടെ എണ്ണവും ബന്ധപ്പെട്ട ലോയാണ് അവഗാഡ്രോ ലോ. നോക്കൂ, ഞാൻ എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ ശ്രദ്ധിക്കൂ, ഞാൻ 3 ബോക്സ് എടുത്ത് സങ്കല്പിക്കുക. 1 2 3 ബോക്സ് എടുത്തു. 3 ഒരുപോലത്തെ ബോക്സ് സങ്കല്പിക്കൂ. ഒന്നാമത്തെ ബോക്സ് ഞാൻ ഒരു ഓക്സിജൻ ഗ്യാസ് നിറച്ച് സങ്കല്പിക്കുക. രണ്ടാമത്തതിൽ നൈട്രജൻ ഗ്യാസ് നിറച്ച് വെച്ചിട്ടുണ്ട്. മൂന്നാമത്തതിൽ ക്ലോറിൻ ഗ്യാസ് നിറച്ച് വെച്ചിട്ട് സങ്കല്പിക്കുക. നമുക്കറിയാം 3 ഗ്യാസിനും ഒരു വോള്യം ഉണ്ടായിരിക്കും, ഒരു ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും, ഒരു പ്രഷർ ഉണ്ടായിരിക്കും. അതുപോലെ ഇതിനുണ്ടാവും വോള്യം, ടെമ്പറേച്ചർ, പ്രഷർ. ഇതിനുണ്ടാവും വോള്യം, ടെമ്പറേച്ചർ, പ്രഷർ. ഈ ഒന്നാമത്തെ ഗ്യാസിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഒരു 20 ഡിഗ്രി സെൽഷ്യസ് സങ്കല്പിക്കുക. 20 ഡിഗ്രി സെൽഷ്യസ് ഒന്നാമത്തെ ഓക്സിജൻ ഗ്യാസിന്റെ വോള്യം, ഒന്നാമത്തെ ഓക്സിജൻ ഗ്യാസിന്റെ ടെമ്പറേച്ചർ. അതുപോലെ രണ്ടാമത്തെ ഓക്സിജൻ ഗ്യാസിന്റെ, അതായത് നൈട്രജൻ ഗ്യാസിന്റെ ടെമ്പറേച്ചർ എത്രയാണ്? അതും 20 ഡിഗ്രി സെൽഷ്യസ് ആണ് സങ്കല്പിക്കൂ. മൂന്നാമത്തെ ബോക്സിലുള്ള ക്ലോറിൻ ഗ്യാസിന്റെ ടെമ്പറേച്ചർ എന്താണ്? 20 ഡിഗ്രി സെൽഷ്യസ് ആണ് സങ്കല്പിക്കൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? 3 ഗ്യാസിന്റെയും ടെമ്പറേച്ചർ ഒരുപോലെയാണ്, കോൺസ്റ്റന്റ് ആണ്, ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റും, സ്ഥിരമാണ്. ഇനി 3 ഗ്യാസിന് പ്രഷർ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഒന്നാമത്തെ ഓക്സിജൻ ഗ്യാസിലെ പ്രഷർ 5 ATM സങ്കല്പിച്ചോളൂ. 5 ATM ഫോർ എക്സാമ്പിൾ എടുക്കുന്നു, 5 ATM. അതുപോലെ രണ്ടാമത്തെ ഗ്യാസിന്റെ, നൈട്രജൻ ഗ്യാസിന്റെ പ്രഷർ എത്രയാണ്? 5 ATM. അതുപോലെ മൂന്നാമത്തെ ഗ്യാസായ ക്ലോറിൻ ഗ്യാസിന്റെയും പ്രഷർ എത്രയാണ്? 5 ATM. അപ്പൊ നമുക്കൊരു കാര്യം പറയാൻ പറ്റും, 3 ഗ്യാസ് എന്താണ്? ഒരേ താപനിലയിലാണ്. 3 ഗ്യാസ് എന്താണ്? ഒരേ മർദ്ദത്തിലാണ്. നേരത്തെ പറഞ്ഞിരുന്നത് ബോയ്സിൽ എന്തായിരുന്നു? കോൺസ്റ്റന്റ് പ്രഷർ. ചാൾസിൽ എന്തായിരുന്നു? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഇനി പറയാൻ പോകുന്ന അവഗാഡ്രോ ലോ. അമീഡിയോ അവഗാഡ്രോ എന്ന സയന്റിസ്റ്റ് ആണ് ഈ വാതക നിയമം കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് അതിനെ അവഗാഡ്രോ ലോ എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം. നോക്കൂ, അപ്പം ബോയ്സ് ലോ അപ്പോൾ പ്രഷർ ഇസ് എ കോൺസ്റ്റന്റ്. നോക്കൂ, പ്രഷർ ഇസ് എ കോൺസ്റ്റന്റ്. ചാൾസ് ലോ ആയപ്പോൾ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ ഇസ് എ കോൺസ്റ്റന്റ്. അപ്പൊ അവഗാഡ്രോ ലോ ആയപ്പോൾ എന്തും? പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഇസ് ആൾസോ കോൺസ്റ്റന്റ്. രണ്ടും സ്ഥിരമായിരിക്കുമ്പോൾ പ്രഷറും മർദ്ദവും സ്ഥിരമായി. നോക്കൂ, 20 ഡിഗ്രി സെൽഷ്യസ്, 20 ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. ഞാൻ 3 ഗ്യാസ് എടുത്തെന്നുള്ളൂ. എത്ര ഗ്യാസ് എടുക്കാം? 3 ഗ്യാസിന്റെയും പ്രഷർ എത്രയാണ്? 5. പ്രഷർ ഇസ് എ കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ ഈ ഗ്യാസുകളുടെ വോള്യം V എന്ന് പറയുന്നത് ഈ ഗ്യാസിന്റെ വോള്യം V എന്ന് പറയുന്നത് ഇതിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണത്തിന് നേരാനുപാതത്തിലായിരിക്കും. ആനുപാതികമാണ് എന്തിന്? തന്മാത്രയുടെ എണ്ണത്തിന്, നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതായത് നമുക്ക് എന്ത് ചെയ്യാം? സ്മോൾ ലെറ്റർ n എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. അപ്പൊ V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ദ മോളിക്യൂൾസ്. ഇതാണെന്ത്? അവഗാഡ്രോ ലോ. ഒന്നുകൂടെ പറയുന്നു, താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത ഭാരമുള്ള വാതകങ്ങളുടെ V എന്ന് പറയുന്നത് അതിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണത്തിന് നേരാനുപാതികമായിരിക്കും. അതിനർത്ഥം എന്താ? തന്മാത്രയുടെ എണ്ണം സ്മോൾ ലെറ്റർ n കൂടിക്കഴിഞ്ഞാൽ ആ വാതകങ്ങളുടെ വോള്യം എന്ത് ചെയ്യുന്നു? കൂടുന്നു. എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ആ എണ്ണത്തിൽ സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലമാണല്ലോ വോള്യം. ആ വോള്യം എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ദ മോളിക്യൂൾസ് ഡിക്രീസസ് വെൻ വോള്യം ആൾസോ ഡിക്രീസസ്. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഇതിൽ 100 മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ ഇതിൽ എത്ര ഉണ്ടായിരിക്കുള്ളൂ? 100 മോളിക്യൂൾസ് ഉണ്ടായിരിക്കുള്ളൂ. ഇതിൽ എത്ര ഉണ്ടാവുള്ളൂ? 100 മോളിക്യൂൾസ് ഉണ്ടായിരിക്കുള്ളൂ. എന്തുകൊണ്ട്? 3 ഗ്യാസിന്റെയും ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണ്. ഇങ്ങനത്തെ കണ്ടീഷനിലാണെങ്കിൽ മാത്രമുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ?
ഇനി ഇത് പ്രഷർ ചേഞ്ച് ചെയ്ത് സങ്കല്പിക്കുക. ഇവിടെ 6 ആയി, ഇവിടെ 6 ആയി, ഇവിടെ 6 ആയി. ഫോർ എക്സാമ്പിൾ 101 മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ ഇവിടെ 101 ആവും, ഇവിടെ 101 ആകും. അതായത് മർദ്ദവും താപനിലയും സ്ഥിരമായിരിക്കുമ്പോൾ, വാതകങ്ങളുടെ മർദ്ദവും താപനിലയും സ്ഥിരമായിരിക്കുമ്പോൾ ആ വാതകങ്ങളുടെ വ്യാപ്തം V എന്ന് പറയുന്നത് അതിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണത്തിന് നേരാനുപാതമായിരിക്കും. At a constant temperature and pressure, the volume of particular amount of a gas is directly proportional to the number of the molecules. ഇതാണ് അവഗാഡ്രോ ലോ. അപ്പൊ ബോയ്ൽസ് ലോ പറഞ്ഞു, ബോയ്ൽസ് ലോ വോള്യവും പ്രഷറും ബന്ധപ്പെട്ടല്ലോ, ചാൾസ് ലോ വോള്യവും ടെമ്പറേച്ചറും ബന്ധപ്പെട്ടല്ലോ, അവഗാഡ്രോ ലോ എന്താ വോള്യവും നമ്പർ ഓഫ് മോളിക്യൂൾസും ബന്ധപ്പെട്ടല്ലോ. അങ്ങനെ 3 ഗ്യാസ് ലോസ് ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ബോയ്ൽസ് ലോ പറഞ്ഞു. ബോയ്ൽസ് ലോ എന്താണ്? ബോയ്ൽസ് ലോ സ്ഥിരസംഖ്യ സീക്വൽ ടു PV. ചാൾസ് ലോ എന്തായിരുന്നു? സ്ഥിരസംഖ്യ സീക്വൽ ടു അല്ലെങ്കിൽ കോൺസ്റ്റന്റ് സീക്വൽ ടു V/T. അതുപോലെ അവഗാഡ്രോ ലോ എന്താ? V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ N. 3 ലോസും പറഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മോൾ സങ്കല്പനത്തിലേക്ക് പോകുന്നു. എന്താണ് GM എന്ന് പറയും, GMM എന്ന് പറയും, എന്താണ് മോൾ എന്ന് പറയും, എന്താണ് മോളാർ വോളിയം പറയും, എന്താ STP മോളാർ വോളിയം പറയുന്നത് കൂടി ഈ ചാപ്റ്ററോട് അവസാനിക്കും. ഇനി നമുക്ക് അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം? എന്താണ് ഗ്രാം അറ്റോമിക് മാസ് എന്താണെന്ന് നോക്കാം.